നമസ്കാരം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഷാർക്കിൻ്റെ. ഡൈജസ്റ്റീവ് സിസ്റ്റം നോർമലി നമ്മൾ പഠിക്കുമ്പോൾ വി ഹാവ് ടു സ്റ്റഡി ദ സിസ്റ്റം ആസ് സച്ച്, ദാറ്റ് ഈസ് ദ എലിമെൻ്ററി കനാൽ പ്ലസ് ഗ്ലാൻസ്. ദെൻ ഹൗ ഇറ്റ് ഫങ്ഷൻസ്, ഫീഡിങ് ആൻഡ് ഡൈജഷൻ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതും പറയണം. അപ്പം ബേസിക്കലി നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ ഡീൽ ചെയ്യണം. അതൊക്കെ ഒന്ന് എലിമെൻ്ററി കനാൽ, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്. Then second, about the glands, different glands associated with alimentary canal. Then third one, how it functions, or the feeding and digestion part. Okay. ഈ 2 പിക്ചേഴ്സ് നോക്കിയാൽ ഇതിൽ റൈറ്റ് സൈഡിലുള്ള ഈ ചിത്രമാണ് നമ്മൾ വരക്കാൻ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഈ ഡയഗ്രാം പഠിച്ചാൽ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയി. ഓക്കെ, അതൊരു എസ്സേ ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, സോ ഈ ലെഫ്റ്റ് സൈഡിലെ പിക്ചർ പിന്നെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഇട്ടേ ഉള്ളൂ. ദെൻ ഞാനിതിൻ്റെ ഒരു ഓവറോൾ ഇത് പറഞ്ഞിട്ട് നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് പോവാം. ഓക്കെ, മൊത്തത്തിൽ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ അതൊരു ഷോർട്ട് സിസ്റ്റമാണെന്ന് പറയാം. ഡൈജസ്റ്റീവ് ട്രാക്ട് ഈസ് കമ്പാരിറ്റീവ്ലി ഷോർട്ട്. പൊതുവെ കാർണിവോർസിന് അങ്ങനെ ഉണ്ടാവുക. കാരണം എന്താണ്, വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ പ്ലാന്റ് മെറ്റീരിയൽസ് ഡൈജസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ എഫേർട്ട് വേണ്ടത്, അല്ലെങ്കിൽ പണിയുള്ളത്. അതുകൊണ്ട് തന്നെ ഹെർബിവോഴ്സിന് പൊതുവെ they will have long digestive tract, and the carnivores will have comparatively shorter tract. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാർക്ക് ബീങ് എ കാർണിവോർ, ഇറ്റ് ഹാസ് വെരി ഷോർട്ട് ഡൈജസ്റ്റീവ് ട്രാക്ട്. നമുക്കൊരു ഡൈജസ്റ്റീവ് ട്രാക്ട് മാത്രം നോക്കിയാൽ ഒരു ജീവി കാർണിവോർ ആണോ പിന്നെ ഹെർബിവോർ ആണോ എന്ന് പറയാൻ പറ്റും. പലപ്പോഴും നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്ടിൻ്റെ നീളമൊക്കെ വെച്ചിട്ട് ചിലർ നമ്മൾ വെജിറ്റേറിയൻ ആണെന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ ഉണ്ടാവേണ്ട അത്ര നീളം നമ്മുടെ ട്രാക്റ്റിനില്ല, നമുക്ക് കുറവാണ്. പക്ഷെ നമ്മളുടെ ഫുഡ് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ എന്നോ അല്ലെങ്കിൽ നോൺ വെജ് എന്നോ പറയുന്നതിൽ അർത്ഥമില്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ടോപ്പിക്കിന് വലിയ പ്രസക്തിയില്ല. എനിവേ, നമുക്ക് ഈ ട്രാക്ട് നിങ്ങൾ നോക്കിയാൽ ഞാൻ ഓവറോൾ ഒരു ഐഡിയ മാത്രം പറയാം. എനി ഡൈജസ്റ്റീവ് ട്രാക്ട് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് ത്രൂ വിച്ച് ദ ഫുഡ് എൻറ്റേഴ്സ്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബക്കൽ ക്യാവിറ്റി ഉണ്ടാവും. ബക്കൽ ക്യാവിറ്റിൻ്റെ ബാക്ക് സൈഡിനെ നമ്മൾ ഫാരിങ്സ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞാൽ ഈസോഫാഗസ്, ഒരു ചെറിയ ഷോർട്ട് മസ്കുലർ ട്രാക്ട്. അതിലേക്കൂടി കഴിഞ്ഞാൽ നേരെ എത്താൻ പോകുന്നത് സ്റ്റൊമക്കിലേക്കാണ്. ഈസോഫാഗസ് കഴിഞ്ഞ് സ്റ്റൊമക്കിന് ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. ഈ വലിയ ഭാഗത്തിന് നമ്മൾ കാർഡിയാക് സ്റ്റൊമക്ക് എന്ന് പറയും. ഈ ചെറിയ നാരോ റീജിയനെ പൈലോറിക് സ്റ്റൊമക്ക് എന്ന് പറയും. കാർഡിയാക് സ്റ്റൊമക്ക് ആൻഡ് പൈലോറിക് സ്റ്റൊമക്ക്. അത് കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ ആണ്. ദിസ് ഈസ് ദ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈൻ്റെ മേജർ റീജിയൻ ഇവിടെ കാണുന്ന ഈ ഭാഗത്തിനൊക്കെ നമ്മൾ ഇലിയം എന്ന് വിളിക്കാം. ഇലിയം. അതിന് തുടക്കത്തിൽ വേറൊരു സ്ട്രക്ചർ ഉണ്ട്, ഈ ഭാഗം. ഇതിനെ നമ്മൾ ബേഴ്സ എൻറ്റിയാന, നമ്മുടെയൊക്കെ കേസിൽ ഡിയോഡിനത്തിന് സിമിലർ ആയിട്ടുള്ള ഹോമോലോഗസ് ആയിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയും പോലെ ഒരു ആക്ച്വൽ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഒന്നുമില്ല. വാട്ട് ഇറ്റ് ഹാസ് ഈസ് ഓൺലി എ കോളൻ, ഒരു കോളൻ അല്ലെങ്കിൽ റെക്ടം എന്ന് വിളിക്കാൻ പറ്റുന്ന ഇത്രമാത്രം വരുന്നൊരു റീജിയൻ. അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഒരു റെക്ടൽ ഗ്ലാൻഡ് കാണാൻ പറ്റും. പുറത്തേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ ക്ലോയേക്ക എന്നാണ് വിളിക്കുക. കാരണം ഇറ്റ്സ് കോമൺ ഓപ്പണിംഗ് ഫോർ ഡൈജസ്റ്റീവ്, എക്സ്ക്രീറ്ററി, റിപ്രൊഡക്റ്റീവ് എല്ലാത്തിനുള്ള കോമൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് നമ്മളതിനെ ക്ലോയേക്കൽ അപ്പർച്ചർ എന്ന് പറയും. ക്ലോയേക്ക ഇസ് ദ കോമൺ ചേംബർ. ഓക്കെ, ഇതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഇലിയമാണ്. ഈ ഇലിയം എന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് എ സ്ക്രോൾ വാൽവ് ഇൻസൈഡ്. കാരണം ഇതിന്റെ ലെങ്ത് വളരെ കുറവാണ്. പക്ഷേ സാധാരണ ഇൻറ്റസ്റ്റൈനിൽ നമുക്കറിയാം കുറേ ദൂരം പാസ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ദാറ്റ് ഹാപ്പൻസ്. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് ഇല്ല. ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു അഡാപ്റ്റേഷനാണ് സ്ക്രോൾ വാൽവ്. ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ ഫുഡിന് ഡയറക്റ്റ് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു സർക്കുലേറ്റ്, അല്ലെ? ഇങ്ങനെ കറങ്ങിയാണ് ഇതിലേക്കൂടി വരിക.
സോ അങ്ങനെ കുറേ ദൂരം പാസ് ചെയ്യേണ്ടി വരുന്നു, സമയം കൂടുതൽ കിട്ടുന്നു, കൂടുതൽ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ അതും ഇവിടെ അവൈലബിൾ ആവുന്നു. ഇതൊക്കെയാണ് സ്ക്രോൾ വാൽവിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ആ 2 വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നിർബന്ധമായിട്ടും കാണണം, ആ യൂട്യൂബിലുള്ളത്. അത് കുറച്ചും കൂടി അതിൻ്റെ ഒരു റിയൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഈ പിക്ചറിൻ്റെ ഒരു അപാകത പിന്നെ ഇവിടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എക്സെപ്റ്റ് ഫോർ ദ റെക്ടൽ ഗ്ലാൻഡ്. റെക്ടൽ ഗ്ലാൻഡ് ആക്ച്വലി ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞുകൂടാ. ഇറ്റ് ഹെൽപ്സ് ഫോർ അയോണിക് റെഗുലേഷൻ, അത്രയേ ഉള്ളൂ. അതേസമയം പിന്നെ ഇപ്പുറത്തെ പിക്ചറിൽ നമുക്ക് ലിവർ കാണാൻ പറ്റും. ഈ കാണുന്ന 2 സംഗതികളാണ് ലിവർ എന്ന് പറയാം. പാൻക്രിയാസ് നമ്മൾ വരച്ചിട്ടില്ല, പക്ഷെ പാൻക്രിയാസിന്റെ പൊസിഷൻ എവിടെയാണ്? ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈൻ്റെ ജംഗ്ഷനിലാണ് ഉണ്ടാവുക. റെക്ടൽ ഗ്ലാൻഡ് ഇവിടെയുണ്ട്. ഈ 3 ഗ്ലാൻഡ് മാത്രമേ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഗ്ലാൻഡ്സ് ആയിട്ട് ഷാർക്കിലുള്ളൂ. നമ്മളെന്നും പോലെ സലൈവറി ഗ്ലാൻഡോ ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ടാവും. ഈ ഭാഗത്ത് സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്, അതും കൂടി ആ കൂട്ടത്തിൽ കൂട്ടണം. അപ്പം ലിവർ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്, പാൻക്രിയാസ്, ഈ 3 ശരിക്കുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് പ്ലസ് ദ റെക്ടൽ ഗ്ലാൻഡ് വിച്ച് ഹെൽപ്സ് ഫോർ അയോണിക് റെഗുലേഷൻ. അപ്പോൾ നമുക്ക് സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The digestive system includes alimentary canal plus the glands associated with it. First, we will deal with the alimentary canal. As I said, it is short and adapted to as an adaptation for carnivory, because usually the carnivorous animals have short digestive tract. Then the different parts of the alimentary canal are the mouth, buccal cavity, pharynx. Actually, pharynx is a part of the buccal cavity. That is the hind region or the last region of the buccal cavity itself. Then esophagus, which is the tract or short tract which leads to stomach. Then stomach leads to intestine, which leads to rectum, and the last part is cloaca. Okay. So this is the overall picture of the digestive tract. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു ആക്ച്വൽ ഇമേജ് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണല്ലോ. നമ്മൾ ഇവിടെ നോക്കിയാൽ ദിസ് ഈസ് ദ മൗത്ത്, ദെൻ ഇറ്റ് ലീഡ്സ് ടു ദ ചേംബർ, ഫാരിങ്സ് എന്ന് പറയുന്ന ചേംബർ. അതിൻ്റെ സൈഡ് ഈ കാണുന്നത് ഓപ്പണിങ്സ് ആണ്, ഗിൽ സ്ലിറ്റ്സ്. ഫാരിങ്സിൻ്റെ സൈഡിലാണ് ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാവുക നമുക്കറിയാലോ. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഈസോഫാഗസ്. Then this is the stomach, cardiac stomach, pyloric stomach. Then ഇവിടെ ഇലിയം കാണാം, സ്ക്രോൾ വാൽവിനുള്ള അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തിട്ട് കാണാം. Then this is the rectum or colon. Okay. So we'll start with the mouth. Mouth is a crescentic opening at the ventral side of the body. It is guarded by 2 jaws, the upper jaw and lower jaw. And the jaws are provided with several teeth. And the teeth are homodont and polyphyodont. What is meant by homodont? Homodont dentition or homodont teeth means all the teeth are similar. All the teeth are alike. നമ്മളുടെയൊക്കെ ടീത്ത് പല ടൈപ്പ് ഉണ്ടല്ലോ, കനൈൻസ്, ഇൻസിസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്പിലും ഫംഗ്ഷനും ഒക്കെ ആണെങ്കിൽ ഷാർക്കിൻ്റെ ടീത്ത് നോക്കി എല്ലാം ഒരുപോലെ ഉണ്ടാവാം. So it is called homodont dentition. അതുപോലെ it is called polyphyodont because it can be replaced several times in life. നമ്മളുടെ ടീത്തിന് നമ്മൾ ഡിഫിയോഡോണ്ട് എന്നാ പറയാം, because it can be replaced only once. ഒരിക്കൽ പോയാൽ പിന്നെ കയ്യിലിരിപ്പ് കൊണ്ട് പല്ല് നഷ്ടപ്പെട്ടാൽ അല്ല, അതൊരിക്കലും തിരിച്ചു കിട്ടൂല. ആദ്യത്തെ പല്ല് മാത്രമേ നമുക്ക് പോയിട്ട് രണ്ടാമത് വരുള്ളൂ. അതുകൊണ്ട് 2 സെറ്റ് പല്ലേ ഉള്ളൂ എന്നർത്ഥം. ഇവർക്ക് അങ്ങനെയല്ല, എത്ര പ്രാവശ്യം നഷ്ടപ്പെട്ടാലും വീണ്ടും വീണ്ടും പല്ല് മുളച്ച് വരും. നമുക്ക് ഈ ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഭാഗത്ത് ഒക്കെ അതിൻ്റെ ടീത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള. കാരണം ഓരോ പ്രാവശ്യം അത് പ്രേനെ ക്യാച്ച് ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് ലൈക്ലി ടു ലൂസ് ദ ടീത്ത്. അറിയാലോ, നമുക്കൊരു ജീവനുള്ളൊരു സാധനത്തിനെ പിടിക്കുന്ന സമയത്ത് അത് രക്ഷപ്പെടാൻ അത് ശ്രമിക്കും. അപ്പം നല്ല പിന്നെ ശക്തിയൊക്കെയുള്ള ജീവിയാണെങ്കിൽ അതിൻ്റെ പല്ലും കൊണ്ടങ്ങ് പോകും. അപ്പം പല്ല് പൊട്ടിപ്പോവാന്നുള്ളത് ഷാർക്കിൻ്റെ കാര്യത്തിൽ ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും വന്നാൽ മാത്രമേ അതിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ.
So the teeth of shark is polyphyodont. It gets replaced several times in life. അതുപോലെ അത് സെവറൽ റോസ് ഉണ്ടാവും. നമ്മളെ ടീത്തെല്ലാം ഒരു റോയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഷാർക്ക് വിൽ ഹാവ് സെവറൽ റോസ് ഓഫ് ടീത്ത്. ഇങ്ങനെ ഒന്നും രണ്ടും അല്ല, ഇവിടെ നിങ്ങൾക്ക് രണ്ടെണ്ണം ക്ലിയർ ആയിട്ട് കാണാം, രണ്ടും മൂന്നും അല്ലെ, പിന്നെ നാലും റോസിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ ഉള്ളിൽ ഫാരിങ്സിൽ തന്നെ, ഫാരിങ്സിന്റെ ഉള്ളിലും ടീത്ത് കാണാൻ പറ്റും. ടീത്തിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മാസ്റ്റിക്കേഷൻ, നമ്മളെ പോലെ മാസ്റ്റിക്കേറ്ററി ഫങ്ഷൻ ഇല്ല പിന്നെ ഷാർക്കിന്റെ ടീത്തിന്. ചവച്ചരക്കുക എന്നുള്ളൊരു ഫങ്ഷനേ ഇല്ല. ആകെയുള്ളത് ഇത് പിടിക്കുന്ന ജീവി എസ്കേപ്പ് ചെയ്യാണ്ട് നോക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ജീവി ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ജീവിനെ ഇങ്ങനെ പിടിച്ചു വിചാരിക്കാം, അതിന്റെ പിന്നെ അല്ല ടീത്ത് ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷെ തിരിച്ച് ആ ജീവി രക്ഷപ്പെടാൻ നോക്കിയാൽ ഈ ടീത്ത് എന്ത് ചെയ്യും, ഇത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ്. കുറച്ച് ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ് ടീത്ത് ഉണ്ടാവുക. ഓക്കെ, സോ അതാണ് മൗത്തിന്റെ കാര്യം. മൗത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ടീത്ത് പറയണം, അതിന്റെ അതിന്റെ സ്പെഷ്യാലിറ്റി പറയണം. ദെൻ മൗത്ത് ലീഡ്സ് ടു എ ചേംബർ കോൾഡ് ബക്കൽ ക്യാവിറ്റി. ഓക്കെ, ദ ബക്കൽ ക്യാവിറ്റി, അതിന്റെ ഹൈൻഡ് എൻഡിനെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് വിളിക്കുക. ഫാരിങ്സ് രണ്ട് സൈഡിലായിട്ടാണ് ദ ഗിൽ ചേംബേഴ്സ് ഉണ്ടാവുക. ദർ ആർ ആക്ച്വലി 5 ഗിൽ ചേംബേഴ്സ്. അതിന്റെ ഓപ്പണിങ്സ് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഈ വൈറ്റ് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ ഗിൽ ചേംബേഴ്സ് ആണ്, ഗിൽ ഓപ്പണിങ്സിനെയാണ് കാണിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഗില്ല് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഈ നേരെ ഈ മേലെ ഈ വൈറ്റ് ആരോ പോയി മുട്ടുന്നത് ഗില്ലിനെയാണ്. ഓക്കെ, ഗില്ല് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. സോ ഈ ഓപ്പണിങ്, അതിൻ്റെ ഉള്ളിൽ ഗില്ല്, അത് വീണ്ടും പുറത്തേക്ക് അനദർ ഓപ്പണിങ്, അതിനെ നമ്മൾ എക്സ്റ്റേണൽ ബ്രാങ്കിയൽ അപ്പേർച്ചർ എന്ന് വിളിക്കും. സോ ഇതാണ് മേജർ സ്ട്രക്ചർ ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ ബക്കൽ ക്യാവിറ്റി ഓർ ഫാരിങ്സ്. ദെൻ it has another opening called spiracle. A pair of spiracles are present. But the thing is that the spiracles doesn't have any external opening. It is there only in the inside. Okay, കാരണം അത് ഒരു ഫസ്റ്റ് ഗിൽ സ്ലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഗിൽ ആർച്ച്, ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കാർട്ടിലേജ് ഉണ്ടാവും. കാർട്ടിലേജിനെയാണ് ഗിൽ ആർച്ച് എന്ന് പറയാം. ഈ ഗിൽ ആർച്ച് മോഡിഫൈ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗിൽ ആർച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് ജോ ആയിട്ട് മാറുന്നത്. ഈ ജോ ആയിട്ട് മാറുക. ഓക്കെ, ഫിഷിന്റെ എവല്യൂഷനിൽ നമുക്കത് മനസ്സിലാവും. വെർട്ടിബ്രേറ്റ് എവല്യൂഷൻ പറയുമ്പോഴും ജോയിന്റ് എവല്യൂഷൻ അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. So a spiracle represents the first gill slit, and it's only an internal opening. It doesn't have any external connection. Then there is a mucus tight or a thick structure of mucus membrane in the floor, buccal floor, which is called tongue. ടങ് എന്ന് വിളിക്കാമെന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ടങ് പോലെ വളക്കാനും തിരിക്കാനൊന്നും പറ്റുന്നൊരു സ്ട്രക്ചർ അല്ല ഷാർക്കിന്റെ ടങ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൗത്ത് ബക്കൽ ക്യാവിറ്റി ഏരിയയിൽ കാണാൻ പറ്റും. ഫാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈസോഫാഗസ്. ഒരു ചെറിയൊരു സ്ട്രക്ചറാണ് ഈസോഫാഗസ്. ഈസോഫാഗസ് കഴിഞ്ഞിട്ട് വേണം സ്റ്റൊമക്കിലേക്ക് എത്താൻ. കാർഡിയാക് സ്റ്റൊമക് എന്ന് പറയുന്ന ലാർജ് ഏരിയ. ഈ ജംഗ്ഷനിൽ ഇറ്റ് ഹാസ് എ വാൽവ്, ഒരു ക്രസെന്റിക് വാൽവ് ഉണ്ടാവും. അപ്പൊ ആ വാൽവിന്റെ ഫംഗ്ഷൻ എന്താ നമുക്ക് ഊഹിക്കാം. കാരണം ഇതിലെ വരുന്ന ഫുഡ് മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റൊമക്കിലേക്ക് അങ്ങനെ പോയി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇസോഫാഗസ് ലീഡ്സ് ടു സ്റ്റൊമക്. സ്റ്റൊമക്കിന് നമ്മൾ പറഞ്ഞു രണ്ട് ഭാഗങ്ങളുണ്ടാവും. an initial wide region called cardiac stomach and a narrow region called pyloric stomach. And there is an outgrowth at the junction called cecum. Cecum എന്ന് പറയുന്ന ഒരു ഔട്ട്ഗ്രോത്ത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ദെൻ ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. കാർഡിയാക് സ്റ്റൊമക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് കാർഡിയാക് സ്റ്റൊമക്, ഇത് പൈലോറിക് സ്റ്റൊമക്. ഇതിന്റെ ഉള്ളിൽ നിറയെ ഫോൾഡ്സ് ഉണ്ടാവും, ലോഞ്ചിറ്റ്യൂഡിനൽ ഫോൾഡ്സ്. And in between these folds there are many gastric glands, numerous gastric glands. ഇതാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും, HCl-ഉം പെപ്സിനും ഒക്കെ അടങ്ങിയിട്ടുള്ള പെപ്സിനോജൻ പെപ്സിനോജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ജ്യൂസാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. മൗത്ത്,
മൗത്ത് പിക്ചറിൽ അത് ക്ലിയർ അല്ല, ബാക്കി കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറഞ്ഞതാലേക്ക്. ദെൻ ഈസോഫാഗസ്, buccal cavity, mouth, buccal cavity, esophagus, then the cardiac stomach and pyloric stomach. Cardiac stomach in longitudinal walls, folds, and mucus secreting glands, and also gastric glands in between the folds. Stomach കഴിഞ്ഞാൽ അടുത്ത ഭാഗം intestine ആണ്. Intestineലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ at the junction between the stomach and intestine, there is a constriction, ഒരു തടി കുറഞ്ഞ ഭാഗം, അതായത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ, ഇതിനെയാണ് നമ്മൾ constriction എന്ന് പറയുന്നത്. That constriction is called pyloric constriction, and it has a sphincter inside. ഒരു മസ്കുലാർ റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്ഫിങ്ക്റ്റർ. അതും ഈ പറഞ്ഞ പോലെ ഫുഡിന്റെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സോ ദർ ഇസ് എ പൈലോറിക് സ്ഫിങ്ക്റ്റർ, പൈലോറിക് കൺസ്ട്രിക്ഷൻ ആൻഡ് പൈലോറിക് സ്ഫിങ്ക്റ്റർ. ഇത് ഈ പിക്ചറിൽ നോക്കിയിട്ട് പിന്നെ ക്ലിയർ ആവണം. ഈ ഭാഗമാണത് പൈലോറിക് കൺസ്ട്രിക്ഷൻ. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പൈലോറിക് കൺസ്ട്രിക്ഷൻ. അതിൻ്റെ ഉള്ളിൽ പൈലോറിക് സ്ഫിങ്ക്റ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം, ഇൻഡസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ ബേഴ്സ എൻറ്റിയാന എന്നാണ് വിളിക്കുന്നത്. ബേഴ്സ എൻറ്റിയാന, വിച്ച് ഇസ് സിമിലർ ടു ഡിയോഡിനം. അപ്പോൾ നമ്മൾ ഇൻഡസ്റ്റൈനിൽ ഡിയോഡിനം ഏതാണെന്ന് അറിയാലോ, ഇങ്ങനെ ഒരു പിന്നെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയാം. ഇപ്പോൾ ഇതിൻ്റെ ജംഗ്ഷനിലാണ് സാധാരണ പാൻക്രിയാസ് ഉണ്ടാവുക. ഓക്കെ, സോ ഡിയോഡിനത്തിന് ഹോമലോഗസ് ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ ബേഴ്സ എൻറ്റിയാന. ഈ റീജിയൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബേഴ്സ എൻറ്റിയാന. ഇവിടെയും നമുക്ക് കാണാം ബേഴ്സ എൻറ്റിയാന. അതാണ് ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞാൽ ഇലിയം, ഈ ഭാഗം സെക്കൻഡ് പാർട്ട്, ഇതിനാണ് ഇലിയം എന്ന് പറയാം. ഇലിയമാണ് ഷാർക്കിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗം. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എ വെരി സ്പെഷ്യൽ സ്ട്രക്ചർ കോൾഡ് സ്പൈറൽ വാൽവ്, വിച്ച് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ അതർ ഓർഗാനിസംസ്. ഇതിന് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് മറ്റ് ജീവികളിൽ ചിലപ്പോൾ കാണാൻ പറ്റും, പക്ഷേ ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഭാഗമാണ് സ്പൈറൽ വാൽവ് അല്ലെങ്കിൽ സ്ക്രോൾ വാൽവ്. അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഒന്നും ഞാൻ അതിലേക്ക് പോകുന്നില്ല. സ്ക്രോൾ വാൽവ് ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ്. ഒന്ന്, ഇറ്റ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഏരിയ. നമ്മുടെയൊക്കെ ഇൻറ്റസ്റ്റൈനിൽ വില്ലൈ പറയുന്ന സ്ട്രക്ചർ ചെയ്യുന്ന അതേ ഫങ്ഷൻ. ഇറ്റ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഏരിയ ആൻഡ് ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ്സ് ടു റാപ്പിഡ് പാസേജ് ഓഫ് ഫുഡ്. അല്ലെങ്കിൽ ഭക്ഷണം വേഗത്തിൽ പാസ് ചെയ്യാതെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്ട്രെയിറ്റ് ട്യൂബ് ആണെങ്കിലും ഭക്ഷണം ഒറ്റ പോക്ക് പോകും, അപ്പം ഡൈജഷൻ വിഷമാവും. അതേസമയം അത് കറങ്ങി പോകുന്നതുകൊണ്ട് പതുക്കെ മാത്രമേ പിന്നെ പാസ് ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ സ്ക്രോൾ വാൽവ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഷാർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ. നിങ്ങൾ അതിൻ്റെ ചിത്രം വരക്കാനും പഠിക്കണം. ഓക്കെ, സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് സ്ക്രോൾ വാൽവ് കാണാൻ പറ്റും. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്, ആക്ച്വൽ പിന്നെ ഫോട്ടോ എന്നല്ല. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിയിട്ട് ഫുഡിന് പാസ് ചെയ്യാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് പാർട്ട് ഇസ് കോൾഡ് റെക്ടം, അല്ലെങ്കിൽ നമുക്കതിനെ കോളൻ എന്ന് വിളിക്കാം. ദ ഇൻറ്റസ്റ്റൈൻ നാരോസ് ടു എ ഷോർട്ട് റെക്ടം ദാറ്റ് ഓപ്പൺസ് ടു ദ ക്ലോയക്ക. ക്ലോയക്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇറ്റ് ഇസ് കോൾഡ് സോ ബിക്കോസ് ഇറ്റ് ഈസ് ദ കോമൺ ഓപ്പണിംഗ് ഓഫ് ദ ത്രീ systems: digestive, reproductive, and excretory systems. There is a tubular rectal gland which is associated with the cloaca, and its function is supposed to be ionic regulation. Okay, this is about the alimentary canal. And next we will think of the digestive glands. The major digestive glands, as I said earlier, are the gastric glands, liver, and pancreas. There is also the rectal gland, which has a function of ionic regulation. The gastric glands are found in the cardiac stomach, in between the longitudinal folds, and it secretes the gastric juice, which contains HCl and pepsinogen. Major things are the HCl and pepsinogen. And liver is the second most important
gland which is bilobed and elongated. ഷാർക്കിൽ ആക്ച്വലി ലിവർ ഭയങ്കര വലുതായിരിക്കും. അപ് ടു 30% ഓഫ് ഇറ്റ്സ് ബോഡി വെയ്റ്റ് ഈസ് ആക്ച്വലി കൺട്രിബ്യൂട്ടഡ് ബൈ ഇറ്റ്സ് ലിവർ. ലിവറിൻ്റെ പിക്ചർ വേണമെങ്കിൽ ഇവിടെ കാണാം. ഇത്രയും വലിപ്പമുള്ളൊരു സ്ട്രക്ചറാണ് ഷാർക്കിൻ്റെ ബോഡീൻ്റെ. ഏകദേശം 30% ലിവറാണ്. ലിവറിന് 2 ലോബ് ഉണ്ടാവും. പിന്നെ ലിവറിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗാൾ ബ്ലാഡർ കാണാൻ പറ്റും. ഈ ഭാഗം ഇതാണ് ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാം. ഇറ്റ് സ്റ്റോഴ്സ് ദ ബൈൽ. ഒരു ടെമ്പററി സ്റ്റോറേജ് ഓഫ് ബൈലാണ് ഗാൾ ബ്ലാഡർ. ഇതൊന്ന് കണക്ട് ചെയ്ത് വീണ്ടും അല്ലെ പിന്നെ ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബ് നേരെ പോയിട്ട് ഡിയോഡിനം ഇൻറ്റസ്റ്റൈൻ്റെ ആ ഭാഗത്താണ് കറക്റ്റ് ഒരു ലൂപ്പ് ഉണ്ടാവില്ല, അവിടെയാണ് പോയിട്ട് ജോയിൻ ചെയ്യുക. ഗാൾ ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് ഓഫ് ബൈലിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം മാത്രം. ഇതിലാണ് സാധാരണ പിന്നെ മനുഷ്യന്മാരിൽ പലപ്പോഴും അല്ലെ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് വയസ്സാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗാൾ ബ്ലാഡർ. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം ചെയ്യുക ഇത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഗാൾ ബ്ലാഡർ അങ്ങ് റിമൂവ് ചെയ്യും. കാരണം അതിൽ സ്റ്റോണോ ട്യൂമറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവാണ്ടൊക്കെ. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ ബാധിക്കില്ല. കാരണം അല്ലെ ഇതൊരു ടെമ്പററി സ്റ്റോറേജ് മാത്രമാണ്. ഇത് ഡയറക്റ്റ് മറ്റേ ഇൻറ്റസ്റ്റൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ചെറിയ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാം. കാരണം ഒറ്റയടിക്ക് നമുക്ക് ബൈല് വേണ്ട സമയത്ത് ആയിരിക്കില്ല കിട്ടുക. അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും അല്ലേ ത്രൂ ഔട്ട് അതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ ഇൻറ്റസ്റ്റൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൊരു ചെറിയ ഡ്രോബാക്ക് മാത്രം. ഷാർക്കിൻ്റെ ലിവറിൽ ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് വിറ്റമിൻ എ കേട്ടിട്ടുണ്ടാവും. നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയാൽ അവർ സജസ്റ്റ് ചെയ്യുന്ന വിറ്റമിൻ എ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന സാധനം ആക്ച്വലി അതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ടാവും കോഡ് ലിവർ ഓയിൽ എന്ന്. കോഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഷാർക്ക്. ഓക്കെ, അതുകൊണ്ട് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ചിട്ട് അല്ല മീൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറയണ്ട. മിക്കവാറും ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനം അല്ല മീനെണ്ണ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഇറ്റ്സ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ. ഓക്കെ, അപ്പം ലിവർ ഇസ് bilobed, elongated, and on its right lobe is the gallbladder, which stores the bile. And ducts from liver and gallbladder unite to form the bile duct, which opens to the ileum. Then the next gland is the pancreas, which is again a bilobed gland. It is seen between the 2 limbs of stomach. Okay, the cardiac stomach and pyloric stomach. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തുടങ്ങുന്ന ഈ ജംഗ്ഷനിലാണ് പിന്നെ പാൻക്രിയാസിൻ്റെ പൊസിഷൻ. Then it opens to ileum through pancreatic duct. Pancreas നമുക്കറിയാം it secretes all the major digestive enzymes. Protein digesting, carbohydrate digesting, lipid digesting എല്ലാ എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. അതിന് ഒരു എൻഡോക്രൈൻ പാർട്ടും ഒരു എക്സോക്രൈൻ പാർട്ടും ഉള്ളത് നമുക്കറിയാലോ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈലാണെന്നും ബൈലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാലോ. ബൈല് പിന്നെ ഇമൽസിഫൈ ചെയ്യും ഫാറ്റിനെ, അതുപോലെ ന്യൂട്രലൈസ് ചെയ്യും. നേരത്തെ മേലിൽ നിന്ന് വരുന്ന ഗ്യാസ്ട്രിക് ജ്യൂസുള്ള HCl ന്യൂട്രലൈസ് ചെയ്തത് ആൽക്കലൈൻ ആക്കണം. ഇതൊക്കെയാണ് ബൈലിൻ്റെ ഫംഗ്ഷൻ. Then the last gland is the rectal gland, which is involved in ionic regulation, as I said earlier. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഫുഡ് ആൻഡ് ഡൈജഷൻ അല്ലെങ്കിൽ ഫീഡിങ് ആൻഡ് ഡൈജഷൻ അല്ലെങ്കിൽ ഫങ്ഷനിങ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ഷാർക്ക് ഈസ് എ കാർണിവോർ ആൻഡ് ഇറ്റ് ഫീഡ്സ് മെയിൻലി ഓൺ ഓർഗാനിസംസ് വിച്ച് ആർ സ്മോളർ ദാൻ ഇറ്റ്. അത് എന്തിനേയും തിന്നും വേണമെങ്കിൽ. യൂഷ്വലി ഇറ്റ് ഫീഡ്സ് ഓൺ സ്മോൾ ഫിഷസ്, ക്രാബ്സ് എക്സെട്ര. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ച ഫിലിമിൽ അത് അല്ലെ കില്ലർ ഷാർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനെ അടക്കം എന്തിനേയും തിന്നുന്ന അല്ലെ ഷാർക്കിനെ പറ്റിയാണ് ആ സിനിമയിൽ പറയുന്നത്. ഒരു എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനെ പിന്നെ അവസാനം നമ്മളെ കൊല്ലുന്നു ഒക്കെ മനസ്സിലാവുമ്പോൾ അതിനെ ഇല്ലാണ്ടാക്കുന്നു. അതിൽ പറയുന്ന ഒരു നല്ല രസകരമായ ഒരു ഡയലോഗ് ഉണ്ട് പിന്നെ ക്ലൈമാക്സിൽ. വി ഡിസ്കവേഴ്സ് ആൻഡ് ദെൻ വി ഡിസ്ട്രോയ്സ്. പിന്നെ എന്തായാലും ഷാർക്കിന് ഭയങ്കര ഷാർപ്പ് സ്മെല്ലിംഗ് പവർ ഉണ്ട്. നമുക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അല്ല കിലോമീറ്റർ ദൂരെ പിന്നെ ആണെങ്കിൽ പോലും അതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. എനിവേ ഇറ്റ് ഫീഡ്സ് ഓൺ സ്മോളർ ഓർഗാനിസംസ്. ദെൻ ഫുഡ് ഈസ് swallowed. പറഞ്ഞല്ലോ പല്ലുകൾ ഒരിക്കലും മാസ്റ്റിക്കേഷൻ ഉപയോഗിക്കുന്നില്ല. പിടിക്കുന്ന ജീവി പുറത്തു കൊണ്ടുക്കാനാണ് പല്ലുകളെ സഹായിക്കുക.
Then the digestion starts in the stomach. നമ്മളെപ്പോലെ നമ്മുടെ digestion actually it starts from the buccal cavity. നമ്മൾ ചവച്ച് തുടങ്ങുമ്പോൾ തന്നെ salivary enzymes അതിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. It starts only in the stomach. And the gastric glands of cardiac stomach secretes HCl and pepsin. Pepsin അല്ല pepsinogen, which gets converted into pepsin in the presence of HCl. അത് നമുക്കറിയാലോ. പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാമെന്ന് മാത്രം. HCl kills the prey. HCLന് ഇവിടെ മറ്റൊരു റോളും കൂടിയുണ്ട്. നമ്മുടെയൊക്കെ കേസിൽ അതിന് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ മാത്രമേ ഇല്ലുവെങ്കിൽ ഇവിടെ പലപ്പോഴും ജീവനോടെയാണ് ഇത് വിഴുങ്ങുന്ന ഫിഷസ് അതിൻ്റെ സ്റ്റൊമക്കിലെത്തുക. സോ അതിനെ കൊല്ലുന്ന പണിയും പലപ്പോഴും HCLനാണ് ഉണ്ടാവുക. And it activates the pepsin or the enzyme, which is the protein digesting enzyme. And process ഒക്കെ സെയിം തന്നെയാണ്. പെപ്സിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ പ്രീ ഫോം കോൾഡ് പെപ്സിനോജൻ. It gets activated to form the pepsin. Then intestine, what happens is that it's acted upon by bile and pancreatic juice. നമ്മൾ സാധാരണ സ്റ്റൊമക്കിൽ നിന്ന് വരുന്നതിനെ നമ്മൾ കൈം എന്നാണ് വിളിക്കുക, അസിഡ് കൈം, ബിക്കോസ് ഹൈലി അസിഡിക്. അതിന് എന്ത് ചെയ്യണം, അവിടെ മാത്രമേ ഈ പെപ്സിൻ വർക്ക് ചെയ്യുള്ളൂ അസിഡിക് pH-ൽ. അതിനുവേണ്ടിയാണ് അവിടെ ആസിഡ് ആക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിലെത്തുമ്പോഴേക്കും ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഇൻ ടു ആൽക്കലൈൻ. അതിന് വേണ്ടിയിട്ട് ബൈല് സഹായിക്കും. പിന്നെ ബൈലിൻ്റെ ഫങ്ഷൻ അതുകൊണ്ട് തന്നെ ന്യൂട്രലൈസസ് ദ HCl, then so that it makes the food alkaline, and also it activates pancreatic enzymes and emulsifies fats. അല്ലെങ്കിൽ 3 ഫങ്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ന്യൂട്രലൈസിങ് ദ ആസിഡ്, ആക്ടിവേറ്റിംഗ് ദ പാൻക്രിയാറ്റിക് എൻസൈംസ് ആൻഡ് emulsifying the fats. കാരണം ഫാറ്റ് ഡൈജഷൻ നടക്കണമെങ്കിൽ it has to get emulsified. Then the pancreatic juice again contains different enzymes like trypsin, amylopsin and pancreatic lipsin. ഇവിടെ trypsin ആണ്, മറ്റടുത്ത് pepsin ആയിരുന്നു. ട്രിപ്സിൻ ഒരു ആൽക്കലൈൻ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. പെപ്സിൻ ആണെങ്കിൽ ഒരു അസിഡിക് സിറ്റുവേഷനിലും. ഓക്കെ, then trypsin is protein digesting, amylopsin is carbohydrate digesting, and lipase is fat digesting. And with their action, digestion is complete in the intestine. അവിടെ സ്ക്രോൾ വാൽവിൻ്റെ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും പറയാം. കാരണം it slows down the movement of food and it also increases the absorptive area. ഓൾറെഡി പറഞ്ഞല്ലോ. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാര്യം, absorption of digested food occurs in the ileum and the area of absorption is greatly increased by the scroll valve. ഇതാണ് ഫീഡിങ് ആൻഡ് ഡൈജഷൻ പറ്റി. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് the undigested part is going out through the cloacal aperture എന്നും കൂടി കൂട്ടിച്ചേർക്കാം. So this is all about the digestive system of shark. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.